ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ ആയിരം മംഗളങ്ങൾ, പ്രാർത്ഥനകൾ ഹൃദയപൂർവ്വം ഞാൻ നൽകുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന് ചെറുപ്പം മുതലേ എൻ്റെ ഹൃദയത്തിൽ താലോലിക്കുന്ന ഒരു വിശുദ്ധനാണ്. കാരണം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചിക്കൻ ബോക്സും പോളനും മസൂരിയൊക്കെ ഉണ്ടായ കാലഘട്ടമുണ്ട്. ഞങ്ങളുടെ നാട്ടിലാണ്, കുട്ടമ്പുഴയിലാണ് അവസാനമായിട്ട് മസൂരി ഉണ്ടായത്. ഈ പകർച്ചവ്യാധികൾ പടരുന്ന അവസരത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം നമ്മളെല്ലാവരും തേടുന്നവരാണ്. മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മനോഹരമായ ഈ രൂപം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അമ്പുകളേറ്റ് മരിച്ച സെബസ്ത്യാനോസിന് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഒരു വലിയ വിശുദ്ധനാണ്. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കുന്ന കർമ്മത്തിൽ പങ്കെടുക്കാൻ ഞാൻ പോയിരുന്നു. അവിടെ കാറ്റക്യൂമെൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആദ്യമൊക്കെ രഹസ്യമായിട്ട് ദിവ്യബലികൾ അർപ്പിച്ചിരുന്നത് അവിടെയാണ്. ആ ദിവ്യബലി അർപ്പിക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് മണ്ണിന് മുകളിലല്ല, ഈ അഗ്നിപർവ്വതം പൊട്ടി ഘനീഭവിച്ച് കഴിയുന്ന ആ സ്ഥലത്തൂടി ചെറിയ വഴികളുണ്ട്. ആ വഴികളിലൂടെ പോകുമ്പോൾ സംഗീതത്തിന് മധ്യസ്ഥയായ സാന്റാ സിസിലിയായുടെ ആ ഒരു ബോഡി, ആ ശരീരം അവിടെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോകുന്ന വഴിക്ക് 5 അപ്പവും 2 മീനും ഒക്കെ വരച്ചു വച്ചിരിക്കുന്നത് കണ്ടാൽ ആദ്യകാലങ്ങളിൽ പരിശുദ്ധ കുർബാന അവിടെയാണ് ചൊല്ലിയിരുന്നത്. ആ പടം കണ്ട ആളുകൾ യേശുവിൻ്റെ സ്നേഹത്തിൽ പങ്കുപറ്റാനായിട്ട് വന്നു. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ വലിയ ശക്തമായ പീഡനമേറ്റ ഒരു പുണ്യവാനാണ്. യേശുവിൽ ഏറ്റുപറഞ്ഞത് കൊണ്ട് മാത്രം മരിക്കേണ്ടി വന്ന ഒരു വിശുദ്ധൻ. ആ വിശുദ്ധനെ കാണുവാനായിട്ട്, അതായത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കബറിടം ഈ കാറ്റക്യുമെൻസിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ്. അവിടെ അത് എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെ പോകാനായിട്ട് കഴിഞ്ഞില്ല. ഇന്നും എൻ്റെ മനസ്സിൽ എന്നെങ്കിലും വിശുദ്ധ സെബസ്ത്യാനോസ്, ആ മരിച്ചു വീണ സെബസ്ത്യാനോസിനെ അമ്പുകളേറ്റ് മരത്തിൽ കെട്ടിയിട്ടിട്ട് അമ്പുകളേറ്റ് മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചു പോയതാണ്. പക്ഷെ ഒരു നല്ല ഭക്തസ്ത്രീ കൊണ്ടുപോയി വീണ്ടും ശുശ്രൂഷിച്ച് സുഖപ്പെട്ടത് നമുക്കറിയാം. രക്തസാക്ഷികളുടെ ചുടുനിണത്തിലാണ് കത്തോലിക്കാ സഭ വളർന്നു വന്നത്. പ്രിയമുള്ളവരെ, പീഡിപ്പിച്ചുകൊണ്ട് കത്തോലിക്കാ സഭയെ നശിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. വളരെ വേദനാജനകമായ ഒരു സംഭവം ഈ ദിവസങ്ങളിൽ തൊമ്മൻകുത്തിലുണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് 2 ദിവസം മുമ്പ് സെന്റ് തോമസ് തൊമ്മൻകുത്തിലുള്ള ആ ദേവാലയത്തിന്റെ ഒരു കുരിശ് ഒരു മനുഷ്യൻ നൽകി. കൈവശ രേഖയുണ്ട്. ആ കൈവശ രേഖയിരിക്കുന്നിടത്ത് JCBയുമായിട്ട് ഫോറസ്റ്റ് റേഞ്ചറും കൂട്ടരും പോലീസും എല്ലാം വന്ന് അത് പറയ്ക്കുന്നത് കണ്ടാല് ഒരു JCBയുടെ അതിൻ്റെ ആ കപ്പിനകത്ത് എടുത്തു വെച്ചുകൊണ്ട് പോകുന്നത്. ആ അവസരത്തിൽ ജനങ്ങളെല്ലാം ഉറക്കെ വിളിക്കുകയാണ്, കുരിശ് പൊടിക്കരുത്, കുരിശ് ഓടിക്കരുത്. ജനത്തിന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ആ കുരിശ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയില്ലേ. ആർക്കാ വേദനിക്കാതെ? കുരിശെടുത്തു മാറ്റാൻ കഴിയും നമുക്ക്. പക്ഷെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ കുരിശ്, മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ് യേശുവിന്റെ കുരിശ് എന്നുള്ളത്. പീഡനം കൊണ്ട് ഞങ്ങളെ മാറ്റാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് തകർക്കാമെന്ന് വിചാരിക്കുന്ന ഒരു ജനത്തെയും തകർക്കാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രിയമുള്ളവരെ, മനുഷ്യ മനസ്സുകളിൽ കടന്നു വരുന്ന യേശുവിന്റെ രൂപം നമ്മുടെ മനസ്സുകളിൽ ധാരാളമായി ജ്വലിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പീഡനത്തിൽ എത്രയോ വിശുദ്ധരാണ് സഹിക്കേണ്ടി വന്നത്. കർത്താവേ, അങ്ങയുടെ തിരുരക്തവും
അങ്ങയുടെ തിരുശരീരവും ഭക്ഷിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സെബസ്ത്യാനോസിനെ പോലെ കുരിശിന്റെ മാർഗം പറയുവാൻ, കുരിശിനു വേണ്ടി ജീവിക്കുവാൻ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പകർച്ചവ്യാധികളുടെ കാലഘട്ടത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെ ജനങ്ങൾ ആശ്രയിച്ചതുപോലെ ഈ അവസരത്തിൽ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും ആശ്രയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ യേശുവേ, രക്തസാക്ഷിത്വത്തിലൂടെ വിശുദ്ധനായി തീർന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ നന്ദിപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും പകർച്ചവ്യാധികൾ ഉണ്ടാകാതെയും വേദനകളിൽ യേശുവിൻ്റെ രക്തസാക്ഷിത്വം ഏറ്റുപറയുവാനും കുരിശേറ്റുവാങ്ങാനും ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും